ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡില് ശാലിനിയും വിഷ്ണുവും കൂടെ ആ ജനലിന്റെ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഇതേ സമയം രാഘവേട്ടന് ആ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആരും അറിഞ്ഞിട്ടില്ല. ഇതുപോലെ പപ്പി ഇങ്ങനെ നടന്നു പോകുന്നത് ഈ സമയം വേറെ രണ്ട് ആൾക്കാർ കാണാണേ. രാത്രി ഈ കുട്ടി തനിച്ചുള്ളവരുടെ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അവര് പപ്പിയുടെ പിന്നാലെ പോകുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ ഇതുവരെ പപ്പി കൂടെ ഇല്ലാത്ത അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുമ്പോഴാണ് അവിടെ കുട്ടിയില്ലാത്തത് കാണുന്നത്. വേഗം തന്നെ എഴുന്നേറ്റ് അവിടെ എല്ലാം തരയുന്നുണ്ടെങ്കിലും എവിടെയില്ല. കരഞ്ഞോണ്ട് രോഹിത്തിന്റെ അടുത്തേക്ക് പോകും. രോഹിത് ആണെങ്കിൽ കുടിച്ച് ബോധം കിട്ട് ഉറങ്ങാണ്. രോഹിത്തിനെ ഒരുപാട് പോയി വിളിക്കുന്നുണ്ട്. രോഹിത്തെ, പപ്പിമോളെ കാണുന്നില്ല, ഞാൻ എല്ലായിടത്തും നോക്കി, എഴുന്നേൽക്ക് രോഹിത്തെ എന്ന് പറയുന്നുണ്ടെങ്കിലും രോഹിത് നല്ല ഉറക്കത്തിലാണ്. അതൊന്നും മൈൻഡ് കൂടി ചെയ്യുന്നില്ല. ശ്യാമ പുറത്തേക്ക് ഇറങ്ങി നോക്കും. മുകളിലെ ബാൽക്കണിയിലൊക്കെ വന്ന് നോക്കും. എന്നാൽ എവിടെയും പപ്പിയെ കാണാതാവുമ്പോ കൂടുതൽ ടെൻഷനിലാവാണേ. എന്നിട്ട് ശാരദാമ്മയെ ഫോൺ എടുത്ത് വിളിക്കും. ശാരദാമ്മയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അമ്മ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഒന്നുകൂടെ ടെൻഷനിലാണ്. ഇതേ സമയം പപ്പിമോളെ പിന്തുടർന്ന ആൾക്കാര് നിക്കവിടെ എന്ന് പറഞ്ഞ് പപ്പിയുടെ പിന്നാലെ ഓടാണ്. പപ്പി ഓടിപ്പോകുന്നുണ്ട് ഇവരെ കണ്ടിട്ട്. ഇതേ സമയം ശ്യാമ വീണ്ടും ശാരദാമ്മയെ വിളിക്കുമ്പോ ഫോൺ റിങ് ചെയ്യുന്നത് ആരാ എന്ന് പറഞ്ഞ് എടുത്തു നോക്കുമ്പോ ശ്യാമ, ഇതെന്താ ഈ നേരത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഇടാണ്. ഇതേ സമയം ശാലിനിയും വിഷ്ണു ആളെ സംസാരിക്കുന്നുണ്ടല്ലോ. ലൈറ്റ് ഇടുമ്പോ ശാരദാമ്മ എഴുന്നേറ്റൊന്ന് തോന്നുന്നു. ഞാൻ പോട്ടെ ശാലിനി വരും, സൂക്ഷിച്ചു പോണേ വിഷ്ണുട്ടാ. എന്നിട്ട് ശാലിനിയുടെ കവിളിൽ കൈവച്ചിട്ട് പറയും, താൻ പേടിക്കണ്ട, എന്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഞാൻ ആരുടെയും മുന്നിൽ ചെന്ന് ചാടില്ല, താൻ ടെൻഷനാവാതെ പോട്ടെ. ശാലിനി കരഞ്ഞോണ്ട് കയ്യിലൊരു ഉമ്മോടുക്കും. കരയിലിടോ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടുന്ന് പോവാണ്. ഇതേ സമയം ശാരദാമ്മയോട് ശ്യാമ കാര്യങ്ങളെല്ലാം പറയും. നീ എന്തൊക്കെയാ പറയുന്നത്? ശ്യാമ പറയും, അതേമേ, ഒരു ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോ എന്റെ അടുത്ത് പപ്പിമോളില്ല. ഈ വീട്ടിൽ എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു. ഞാൻ ഇനി എന്ത് ചെയ്യമ്മേ? രോഹിത്താണെങ്കിൽ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നുമില്ല. അപ്പോഴേക്കും ശാലിനി ശാരദാമ്മയുടെ അടുത്തെത്തുന്നുണ്ട്. ശാരദാമ്മയ്ക്കും, എടി മോളെ, ഈ രാത്രിയില് പപ്പിമോൾ എവിടെ പോവാനാ? ശാലിനി കിട്ടും. എന്താ കാര്യമ്മേ? ശാരദാമ്മ പറയും, ഡി പപ്പിമോൾ എവിടെ കാണാനില്ലെന്നേ. അപ്പൊ ശാലിനി ഒന്നുകൂടെ പേടിക്കുന്നുണ്ട്. കാണാനില്ലെന്നോ? അമ്മ ഫോണിങ് തന്നെ എന്ന് പറഞ്ഞ് ശ്യാമയോട് സംസാരിക്കണേ. ശ്യാമേ, എന്താ ഉണ്ടായത്? പപ്പി നിന്റെ കൂടെ ഇല്ലേ? ശ്യാമ കറിഞ്ഞിട്ട് പറയും, ഇല്ല കുഞ്ഞേച്ചി, ഇവിടെ ഒരിടത്തും ഇല്ല. അവൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി എങ്ങോട്ടും കാണും. ശാലിനി വരും, ശരി ശരി, നീ ടെൻഷൻ അടിക്കാതെ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. അവള് വേറെ എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല, ഇങ്ങോട്ട് വരാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ. നീ ഒന്ന് നോക്ക്, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് കോള് കട്ടയും. ശ്യാമ പപ്പിന്ന് വിളിച്ച് അവിടേക്ക് അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കണേ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞ് ശാലിനി കിടന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ ശാരദാമ്മ മോളെ എന്ന് വിളിക്കുമ്പോ ശാലിനി പറയും, പപ്പിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് പോന്നതായിരിക്കാം, നോക്കട്ടെ. ശാരദാമ്മ പറയും, മോളെ, പക്ഷെ ഈ രാത്രിയിൽ അവൾ ഒറ്റയ്ക്ക്, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ അമ്മേ എന്ന് പറഞ്ഞ് ശാലിനി ഇവിടുന്ന് ഇറങ്ങും. ശാരദാമ്മ പ്രാർത്ഥനയിലാണ്. എന്റെ കുട്ടിക്ക് ആപത്തൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇതേ സമയം പപ്പിയെ പിന്തുടർന്ന് അവന്മാരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണേ. മറ്റൊരു സ്ഥലത്ത് രാഘവേട്ടൻ നടന്നു എവിടെയോ എത്തിയിട്ടുണ്ട്. ഒരു സ്ഥലത്തെത്തുമ്പോ തളർന്ന് അവിടെ താഴെ ഇരിക്കണേ. അവിടെ ഒരു സ്റ്റെപ്പിന്റെ മുകളില് അപ്പോഴായിരിക്കും അങ്ങോട്ട് പപ്പി വരുന്നത്. രാഘവേട്ടനെ കാണുമ്പോ അച്ചച്ച എന്ന് വിളിച്ച് ഓടി വരും. അടുത്തേക്ക് ചെന്നിട്ട് പറയും, അച്ചച്ച നോക്ക്, അവര്. രാഘവേട്ടനാണെങ്കിൽ ഒന്നും ബോധമില്ലാതെ നിൽക്കണേ. ഇതേ സമയം പപ്പിമോളുടെ പിന്നാലെ വന്ന ആൾക്കാര്, ഇത് എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ. ഇതേ സമയം രാഘവേട്ടൻ ഇങ്ങനെ നോക്കുമ്പോ പപ്പി പറയും, അച്ചച്ച ഞാനാ പപ്പിമോളാ. രാഘവേട്ടന് പെട്ടെന്നാണ് ബോധം വരുന്നത്. പപ്പിമോൾ എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോഴാണ് രാത്രിയാണെന്നൊക്കെ മനസ്സിലായത്. ഞാനെങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിയത്? ആളെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നാന്ന് തോന്നുന്നു. ഇതേ സമയം പപ്പിയെ കണ്ടിട്ട് അവന്മാര് പപ്പിയുടെ അടുത്തേക്ക് ഓടി വരിക. പപ്പി പറയും, അതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം, ദാ, അല്ലെങ്കിൽ അവന്മാരെന്നെ പിടിച്ചോണ്ട് പോകും. ദാ ചേച്ചാ, അവരിങ്ങ് എത്തി എന്ന് പറയലും അവർ തന്നെ കുട്ടിയെ പിടിച്ചു വലിക്കും. വാ മോളെ വാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുക. രാഘവേട്ടൻ നോക്കുമ്പോ പറയും, വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഓടി വന്നതാ. അത് കേൾക്കുമ്പോ രാഘവേട്ടൻ, വിടടാ കൊച്ചിനെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ആ വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് അവനെ പിടിച്ച് ഒരൊറ്റ എന്ത് കൊടുക്കും. അയാള് പോയി വീഴുമ്പോ മറ്റേ ആൾ അയാളെ പിടിക്കാൻ ചെല്ലുമ്പോ, എന്നെ പിടിക്കാതെ അവളെ പോയി പിടിക്കടാ എന്ന് പറയുമ്പോ അയാള് പപ്പിയെ പിടിക്കാൻ വരുമ്പോ രാഘവേട്ടൻ അതും തടയുക. ഇതേ സമയം ശാലിനിയും അവിടെയൊക്കെ ഇങ്ങനെ ശ്യാമയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ ഉള്ള റോഡ് സൈഡില് ആൾക്കാരുടെ അടുത്തൊക്കെ പപ്പിയുടെ ഫോട്ടോ കാണിച്ചിട്ട് അവിടെ എവിടെയും വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ രോഹിത്തിന്റെ അടുത്ത് ചെന്നിട്ട്, നോക്ക് രോഹിത്തെ, നമ്മുടെ മോളെ കാണുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോ, ഏത് മോളെ? എനിക്ക് മോളില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത് ഇങ്ങനെ അവിടെ തന്നെ കിടക്കുക. അത് അവിടെ എവിടെയെങ്കിലും കാണും. ശ്യാമ പറയും, ഇല്ല രോഹിത്തെ, ഞാൻ ഈ വീട് മുഴുവൻ നോക്കിയിട്ട് വിളിക്കുന്നത്, എഴുന്നേൽക്കും. അപ്പോഴും രോഹിത് എഴുന്നേൽക്കുന്നില്ല. ശ്യാമ പറയും, തനിക്ക് വേണമെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് എന്റെ മോളെ വേണം. താൻ ഒരു കാലത്തും ഗതി പിടിക്കില്ലടോ, താൻ പുഴുത്തു ചാകും എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ പപ്പയെ വിളിച്ചായിരുന്നു പോവുക. ഇതേ സമയം മറ്റൊരിടത്ത് രാഘവേട്ടനെ അവരുപദ്രവിക്കുന്നുണ്ട്. പപ്പിമോളെ വിട്, എന്റെ കൊച്ചിനെങ്ങോട്ട് വിട് എന്നിങ്ങനെ രാഘവേട്ടൻ പറയുന്നുണ്ടെങ്കിലും അവന്മാര് മോളെ പിടിച്ചു വലിക്കുമ്പോ രാഘവേട്ടൻ കൊടുക്കുന്നില്ല. ഈ ഒരു കാഴ്ച കണ്ടിട്ടായിരിക്കും വിഷ്ണു അങ്ങോട്ട് വരുന്നത്. അച്ഛനല്ലേ അത് എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അവനെ പിടിച്ചൊരൊറ്റ ചവിട്ട് കൊടുക്കും. അയാൾ അപ്പൊ തന്നെ താഴെ വീഴും. മറ്റവനെയും ഇടിച്ച് താഴേക്ക് ഇരുന്നുണ്ട്. അപ്പോഴേക്കും വിഷ്ണു ചാ എന്ന് വിളിച്ച് പപ്പി ഓടി വന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കും.
മക്കളെ അല്ല അച്ഛനെന്താ ഇവിടെ? രാഘവേട്ടൻ പറയും അത് പിന്നെ ഞാനെന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കും. അച്ഛന്റെ നിപ്പും ഭാവമൊക്കെ കാണുമ്പോ വിഷ്ണുവിന് ആകെ ഒരു പന്തികേട് തോന്നാണ്. ഈ സമയം വിഷ്ണു അടിച്ചിട്ട് അവന്മാരെ എഴുന്നേറ്റ് വന്നിട്ട് പറയും മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ സാറേ, കള്ളം പറയുന്നോടാ എന്ന് പറഞ്ഞ് അടിക്കാൻ പോകുമ്പോഴായിരിക്കും അങ്ങോട്ട് പോലീസ് വണ്ടി വരുന്നത്. വാഹനം കാണുന്നതും അച്ഛൻ മോളെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ പോലീസുകാർ വന്നിട്ട് അവരൊക്കെ പിടിക്കും. എന്താ പ്രശ്നം? അതില് രാഘവേട്ടൻ കരയാണേ. പപ്പിമോളി രാഘവേട്ടനെ മുറുകെ പിടിക്കും. രാഘവേട്ടൻ കരഞ്ഞോണ്ട് സാറേ ഇവന്മാര് എന്നെ എന്റെ കൊച്ചുമോളെ ഉപദ്രവിച്ചു സാറേ, പിന്നെ എന്റെ മോൻ വന്നിട്ടാ. അതോർക്കുമ്പോ വിഷ്ണു ആകെ പേടിക്കും. ഈ സമയം അവര് പറയും അല്ല സാറേ ഞങ്ങൾ ഇതുവഴി പോവായിരുന്നു. രാഘവേട്ടൻ അപ്പോഴും പറയും എന്റെ കൊച്ചിനെ അവർ ഉപദ്രവിച്ചു. അങ്ങനെ പോലീസുകാരെ ഇതാ പിടിച്ച് കയറ്റാവന്മാരെ എന്ന് പറഞ്ഞ അവരെ പിടിച്ച് വണ്ടിയിൽ കയറ്റാണേ. പോലീസ് ചോദിക്കും എന്നിട്ട് മകനെവിടെ? അവൻ ഇവിടെ ഞാൻ കണ്ടതാ എന്ന് പറഞ്ഞിങ്ങനെ ഒരു ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആൾക്കാരെ പോലെ പെരുമാറാണ്. ഇത് കണ്ട് വിഷ്ണു ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അച്ഛനൊന്നും ഓർമ്മയില്ല, മറന്നുപോയതാന്നൊക്കെ വിഷ്ണുവിന് മനസ്സിലായിട്ടുണ്ട്. രാഘവേട്ടൻ പറയുന്നിട്ട് പോലീസുകാർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ശാലിനി ഇങ്ങനെ കുട്ടീനെ അന്വേഷിച്ച് നടക്കുക. വേറൊരു വഴിക്ക് ശ്യാമയും. അങ്ങനെ ശാലിനി ഓട്ടോയിൽ ഇങ്ങനെ പോകുമ്പോ കുട്ടീനെ അന്വേഷിച്ച് നടക്കുന്ന ശ്യാമയെ കാണാണ്. ഓട്ടോ നിർത്തി ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലും. കുഞ്ഞേച്ചിന്ന് വിളിച്ച് ശ്യാമ ശാലിനിയെ കെട്ടിപ്പിടിക്കുക. കുഞ്ഞേച്ചി നമ്മുടെ പപ്പിമോളെ. ശാലിനി പറയും നമുക്ക് നോക്കാം, നീ വന്ന് വണ്ടിയിൽ കയറി. അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് അവരിങ്ങനെ മുന്നോട്ട് തന്നെ പോവാണേ. ശ്യാമ കരഞ്ഞോണ്ട് പറയും ഉറങ്ങുന്നത് വരെ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് ഉറക്കിയതാണ് കുഞ്ഞേച്ചി, പിന്നെ എവിടെ പോയെന്ന് എനിക്കറിയില്ല, എനിക്ക് വയ്യ ഇങ്ങനെ തീ തിന്ന. ശാലിനി പറയും പേടിച്ചിട്ട് വല്ല കടയുടെ വരാന്തയിലും കാര്യം നിൽക്കുന്നുണ്ടാവും, നമുക്ക് നോക്കാനേ, നീ സമാധാനിക്കും. ശ്യാമ ഇങ്ങനെ ഓരോന്ന് സങ്കടത്തോടു കൂടി പറയണേ ഞാനിനി എന്തിനാ ജീവിക്കുന്നത്, പപ്പിമോളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ രോഹിത്തിനെ എങ്ങനെയൊക്കെ വിളിച്ചെന്ന. രോഹിത് എഴുന്നിട്ടില്ല കുഞ്ഞേച്ചി, രോഹിത്തിനിപ്പോ മതിയല്ലോ, ഞങ്ങൾ ആരെയും വേണ്ട. ശാലിനിയാണെങ്കിൽ അതിനേക്കാളും സങ്കടത്തിലാണേ, കടിച്ചമർത്തി നിൽക്കാണേ. രോഹിത്തിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാവൂ ശ്യാമേ, അവനിപ്പോ നിങ്ങളൊന്നും ഒരുപാട് അകലെയാ, പിന്നെ അവൻ എങ്ങനെയാ ഇങ്ങനെ തിരക്കി നടക്കുന്നത്? എന്നാലും കുഞ്ഞേച്ചി നമ്മുടെ മോള്. ശാലിനി പറയും ഒന്നും സംഭവിക്കില്ല, ദൈവം ഉണ്ടല്ലോ, നമ്മളെ കാത്ത് അവളെ എവിടെയെങ്കിലും നിൽപ്പുണ്ടാവും എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ടെങ്കിലും നല്ല സങ്കടം ഉണ്ട് ആൾക്ക്. ശേഷം പിന്നീട് ശാരദാമ്മ വിളിക്കണേ മോളെ കുറിച്ച് വല്ല വിവരമുണ്ടോ, മോളെ കിട്ടിയോ? ശാലിനി പറയും ഇല്ല ഞങ്ങൾ തെറിയാ, ഇനി ബസ് സ്റ്റാൻഡിലും കൂടി ഒന്ന് നോക്കട്ടെ, അതിനു മുമ്പ് അവൾ എത്താണെങ്കിൽ അമ്മ വിളിക്കണം. ശാരദാമ്മ പറയും ഇനിയിപ്പോ തിരക്കാനൊന്നുമില്ല, നിങ്ങൾ മാത്രം തെരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കണ്ടെത്തണം എന്നില്ല, നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കേ, വൈകിക്കഴിഞ്ഞാല് നേരത്തെ എന്താ പറയാഞ്ഞെന്ന് അവര് ചോദിക്കോ, ഇനി ഒട്ടും വൈകിക്കാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെല്ലേ. പിന്നൊരു കാര്യം, ഇനി എന്നെ വിളിക്കുന്നത് പപ്പിമോളെ കിട്ടിയെന്ന് പറയുന്നതിനായിരിക്കണം എന്ന് കുറച്ച് സ്ട്രോങ് ആയി പറഞ്ഞ് ശാരദാമ്മ കോള് കട്ട് ചെയ്യാണ്. വീണ്ടും പ്രാർത്ഥനയിലാ ശാരദാമ്മ. അങ്ങനെ ശാലിനി ഓട്ടോക്കാരന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി ഇടാൻ പറയണേ. നമ്മൾ മാത്രം തിരക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാ പോകുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭാമയാണെങ്കിൽ ഇതുവരെ രാഘവേട്ടൻ പോയവരൊന്നും അറിഞ്ഞിട്ടില്ല, നല്ല ഇറക്കത്തിലാണ്. എവിടേക്കോ പോയി രാഘവേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. ലൈറ്റ് ഇട്ട് ഭാമേ എന്ന് പറഞ്ഞ നല്ല സന്തോഷത്തോടു കൂടി ഭാമയെ പോയി വിളിക്കുക. ഭാമേ നീ നീറ്റേ, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നേ. ഭാമ പറയും ആര് ഈ രാത്രിയില്? പിച്ചു നെയ്യും പറയാതെ രാഘവേട്ടൻ കിടന്നുറങ്ങാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ കിടന്നുകൊണ്ട് കണ്ണുപോലും തുറക്കാണ്ടേ പറയുന്നത്. രാഘവേട്ടൻ പറയും സത്യ പറയുന്നതേ, നീ എഴുന്നേറ്റ് ഡേ ഞാൻ കാണിച്ചു തരാം, വന്ന് എനിക്ക് ഭാമേ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കണേ. ഇതാ നോക്ക്. അങ്ങനെ ഭാമ എഴുന്നേറ്റ് നോക്കുമ്പോ ഉണ്ടാവും പപ്പി. ഭാമ എങ്ങനെ കിട്ടും, അയ്യോ മോളെ പപ്പി മോളല്ലേ ഇത്, മോളെങ്ങനെ ഇവിടെ എത്തി? രാഘവേട്ടൻ പറയും ഇങ്ങ് വാ മോളെ വാ എന്ന് പറഞ്ഞ് പപ്പി അടുത്തേക്ക് വിളിക്കും. ഭാമ പപ്പിയെ ചേർത്ത് പിടിക്കുക. അല്ല രാഘവേട്ട മോളെ താരാ പോയി വിളിച്ചോണ്ട് വന്നത്, മോളെ എങ്ങനെ ഇവിടെ എത്തി, ആരെ വിളിച്ചോണ്ട് വന്നത്? പപ്പി പറയും അച്ഛച്ചനാ. അത് കേൾക്കുമ്പോ ഭാമ ഒന്നുകൂടെ ഞെട്ടും. അച്ഛച്ചനോ? നിങ്ങളിപ്പോ പപ്പി വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നോ? അല്ല ഭാമ ഞാൻ രാഘവേട്ട ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നിങ്ങളിപ്പോ പപ്പി വിളിക്കാൻ പോയിണ്ടായിരുന്നോന്ന്. അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ എന്ന് പറഞ്ഞ് രാഘവേട്ടനൊന്നും പറയുന്ന പറ്റാതെ ഇങ്ങനെ നിൽക്കണേ. ഭാമ ആകെ ടെൻഷനിലാവണേ. ഇതേ സമയം ശാലിനിയും ശ്യാമയും കൂടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുക. ശാലിനി സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഒരാളെ നല്ല ഉറക്കത്തിലാണ് അവിടുത്തെ പോലീസുകാരൻ. ശാലിനി വന്ന് സർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ എഴുന്നേൽക്കുന്നില്ല. ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരും. എക്സ്ക്യൂസ് മീ സർ എന്ന് പറഞ്ഞ് മേശയുടെ മുകളിൽ ആ സൗണ്ടിൽ അങ്ങ് അടിക്കും. അയാളങ്ങ് ഞെട്ടി എഴുന്നേൽക്കും. ഒന്ന് എഴുന്നേൽക്കണം. അയാള് ഞെട്ടി എഴുന്നേറ്റിട്ടേക്കും നിങ്ങൾക്ക് എന്താ പാതിരാത്രി ഉറക്കൊന്നുമില്ലേ? ശാലിനി സുഖമായിട്ട് ഇതുപോലെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലോ പോലീസ് സ്റ്റേഷനില് നൈറ്റ് ഡ്യൂട്ടി വെച്ചിരിക്കുന്നത്, എങ്കിൽ പിന്നെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാ പോരെ. അതിൽ അയാൾക്ക് ദേഷ്യം വരും. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ജില്ലാ കളക്ടർ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അയാൾ വേഗം എഴുന്നേറ്റ് തൊപ്പി വെച്ച് സല്യൂട്ട് ചെയ്യും. മാഡം സി എ ഇല്ലേ? ഇല്ല മാഡം, സാർ ഒരു പെട്രോളിയത്തിന് പോയിരിക്കണേ. മാഡം ഇരിക്കി, ഞാൻ മനസ്സറിയാതെ മാഡം ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. അല്ല മാഡം എന്താ ഈ സമയത്ത് ഇങ്ങോട്ട്? ഞങ്ങളുടെ മോളെ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് പോലീസുകാർ വരും. ദാ സി എ എത്തി മാഡം. ഈ സമയം ആ പോലീസുകാരുടെ കൂടെ ആ ഗുണ്ടകളും ഉണ്ട്. ഗുണ്ടകളല്ല, ആ സാമൂഹിക ദ്രോഹികള്. അങ്ങനെ ശാലിനി കാണുമ്പോ അവര് വന്ന് സല്യൂട്ട് ചെയ്യും. മാഡം ഈ രാത്രിയില് ശാലിനി പറയും
സാർ ഞങ്ങളുടെ മോള് മിസ്സിംഗ് ആണ്, ഞങ്ങൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. അപ്പോ സിയെയും ആ പോലീസുകാരന്റെ അടുത്ത് പറയും അപ്പൊ ആ കുട്ടിയായിരിക്കും നമ്മൾ ആ മുത്തശ്ശന്റെ കൂടെ പറഞ്ഞു വിട്ടത്. അത് കേൾക്കുമ്പോ ശ്യാമയും ശാലിനി അങ്ങ് ഞെട്ടും. ആ കോൺസ്റ്റബിൾ പറയും രാഘവൻ നായർ എന്ന് പറയുന്ന ആളുടെ കൂടെ പറഞ്ഞു വിട്ടത്. ശ്യാമ പറയും അത് ഞങ്ങളുടെ അച്ഛനാ. പക്ഷെ അച്ഛൻ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ. സിയെ ചോദിക്കും മാഡം കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ കയ്യില്? ശാലിനി ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോ ആ ഈ കുട്ടി തന്നെ. രാത്രിയില് ഇറങ്ങി നടന്ന കുട്ടിയെ അവന്മാരെ ശല്യം ചെയ്യാൻ ശ്രമിച്ചു. കൃത്യസമയത്ത് കുട്ടിയുടെ മുത്തശ്ശൻ വന്നതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. അപ്പോഴേക്കും ഞങ്ങളും അവിടെ എത്തി. ശ്യാമയ്ക്കും അപ്പൊ എന്റെ മോള്? സിയെ പറയും മുത്തശ്ശന്റെ കൂടെ ഇപ്പൊ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാണും. അപ്പൊ ശാലിനി പറയും ദാ നിങ്ങൾ പറയുന്ന മുത്തശ്ശൻ ഇതാണോ എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോ സിയെ വാങ്ങിച്ച് നോക്കിയിട്ട് അതെ ഇത് തന്നെ രാഘവൻ നായര്, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോ സിയയ്ക്കും അല്ല മാഡം ഇവന്മാർ അവരിങ്ങ് കൊണ്ടുപോടോ എന്ന് പറഞ്ഞ് അവരെ ശാലിനിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. ഇവർ എന്ത് ചെയ്യണം മാഡം? ശാലിനി പറയും ഞാൻ വിളിച്ചു പറയാം. ഇവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ശ്യാമയും ദേഷ്യത്തിലെ നോക്കുന്നത്. ശാലിനി പറയും രാത്രിയിൽ ബസ് കിട്ടാതെ നടുറോട്ടിൽ പെട്ടുപോകുന്നവരെ സുരക്ഷിതമായി വീടെത്താൻ ആശ്രയിക്കുന്നത് സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷയാണ്. അപ്പൊ ആ ഓട്ടോ ഓടിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് മനുഷ്യത്താണ്, മനസ്സിലെ നന്മയാണ്. എന്നാല് ഈ രാത്രിയിൽ അവർക്ക് സുരക്ഷിതമായി വീട്ടിലെത്താൻ പറ്റുന്നുള്ള വിശ്വാസം ഓരോ യാത്രക്കാരനും ഉണ്ടാകൂ, എങ്കിലും അവരെ അതിൽ കയറൂ. അതിനു വേണ്ടത് നല്ല സ്വഭാവ ഗുണമുള്ള ഓട്ടോ ഡ്രൈവർമാരാ, അല്ലാതെ ഇതുപോലുള്ള സ്ട്രീറ്റ് റൗഡികളല്ല. അതിലവരെ തല താഴ്ത്തും. ശാലിനി പറയും ഇവന്മാരുടെ കാര്യം നമുക്ക് നാളെ തീരുമാനിക്കാം. ശരി മാഡം എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്യും. അങ്ങനെ ശാലിനി അവരോട് പറയും എന്റെ കൊച്ചിന്റെ കൈത്തണ്ടയിലെങ്ങാനും നിങ്ങൾ തൊട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ പോക്സോ കേസിലകത്താ. ഇത് പറയുന്നത് ശാലിനിയാ, ശാലിനി വിഷ്ണു എന്ന് പറഞ്ഞ് അവന്മാരെങ്ങനെ തുറച്ച് കൊല്ലാനുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ശാലിനിയെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഒരു അടിപൊളി ഭാഗം തന്നെയാണ്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്